ഫ്രണ്ട്സ് വെൽക്കം ടു ചാനൽ. അപ്പൊ നമ്മളൊന്ന് പറഞ്ഞു വരാൻ പോകുന്നത് നമുക്ക് റീസെന്റ് ഇപ്പൊ കുറെ കമന്റ്സ് ആയി വരുന്നു. പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് പ്രൈവറ്റ് ആയിട്ട് DM ചെയ്യുന്ന ഇഷ്ടം പോലെ കമന്റ്സ്. അതായത് നമ്മൾ ഈ ഗാംബ്ലിംഗ് ഗെയിമിംഗ് ഫ്രോഡ് കുറെ ആപ്പുകൾ ഉണ്ടല്ലോ, ഗാംബ്ലിംഗ് ആപ്പുകളും അതുപോലെ തന്നെ ബെറ്റിംഗ് ആപ്പുകളൊക്കെ ഫ്രോഡ് കുറെ പരിപാടികൾ ഈ കൂറ ഇൻസ്റ്റാഗ്രാം ബോധമില്ലാത്ത കുറച്ച് സാധനം. ബോധമില്ലാത്ത പറയാൻ പറ്റില്ല, അവരൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അവർക്ക് നല്ല കാലം കാശ് കിട്ടുന്നുണ്ട്. അവർക്ക് ഇപ്പൊ നാട്ടുകാർ തെണ്ടിതിരിഞ്ഞ് നടന്നാലും അവർക്ക് കുഴപ്പമൊന്നുമില്ല. അങ്ങനത്തെ കുറവാണ് ചെയ്യുന്നത് മെയിനായിട്ട്. എന്താ വെച്ചാൽ 10 പൈസക്ക് വിവരമില്ലാത്ത കുറച്ച് സാധനം ഉണ്ടല്ലോ, അവരാണ് ചെയ്യുന്നത് മെയിനായിട്ട്. അപ്പൊ അവരാണല്ലോ കൊറോണ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ ശരിക്കും ഇതിന് അനുഭവിക്കണം. വെച്ചാൽ അവർ സപ്പോർട്ട് ചെയ്താണല്ലോ ഈ പരിപാടി എത്തി. അപ്പൊ അവരെ തന്നെ എക്സ്പ്ലോയിറ്റ് ചെയ്തോട്ടെ, അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും. പക്ഷെ കൊറോണ ഇപ്പൊ നമുക്ക് റെഗുലറായിട്ട് നമുക്ക് ഇങ്ങനെ കമന്റ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എല്ലാം അങ്ങനെയാണ്. പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ള ബോധമൊന്നും ഇല്ല. ഇപ്പൊ എല്ലാത്തിലും ചാടി കഴിഞ്ഞാൽ എനിക്ക് ഇത് ഇങ്ങനത്തെ കമന്റ് നമുക്ക് എത്ര ഫൈനാൻഷ്യൽ ഫ്രോഡിന്റെ കമന്റ്സ് എത്ര എണ്ണന്നറിയ വരുന്നത്. അപ്പൊ ഇതെല്ലാം ചാടി കഴിഞ്ഞിട്ട് നമ്മളൊന്നും വന്നിട്ട് ഇപ്പൊ സൈബർ കേസിൽ പോലും ഫയൽ ചെയ്തിട്ട് പോലും കാര്യമില്ല. അത്ര അധികം സാധനങ്ങളാണ് ഇപ്പൊ പെയിന്റിംഗ് ആയിട്ട് നടക്കുന്നത്. അപ്പൊ ഇത് ആക്ച്വലി ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഈ ഒരു തരത്തിൽ നിങ്ങൾ ബെറ്റിംഗ് ആപ്പിൽ നിങ്ങൾ ക്യാഷ് പോയിട്ട് നിങ്ങൾ ഏതെങ്കിലും ആഡ് കണ്ടിട്ട്, ഏതെങ്കിലും ഇൻഫ്ലുവൻസേഴ്സിന്റെ ഇൻസ്റ്റാഗ്രാമേഴ്സിന്റെ ആഡ് കണ്ടിട്ട് ഇതുപോലെ ബെറ്റിംഗ് ആപ്പിൽ കാശ് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവർക്കെതിരെ ഫയൽ ചെയ്യാൻ പറ്റും കേസ്. നമ്മുടെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആയിട്ട് അതിന് അനുവദിക്കുന്നത്. അതായത് നിങ്ങൾ ഏതെങ്കിലും ആ ആഡ് ചെയ്യുന്ന ആളും ഇതിന് റെസ്പോൺസിബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഇതുപോലെ കാശിന്റെ ആളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇവർക്കെതിരെ മാസീവായിട്ട് കേസ് ഫയൽ ചെയ്യുക. അല്ലാണ്ട് ഇതിന് ഒരു എന്താ പറയാ ഒരു നടപടി വരില്ല. എന്ന് വെച്ചാൽ നിങ്ങൾ അറിയാം, റീസെന്റ് 4 പേരുടെ കേരള പോലീസ് അവരെ ഇത് അടിച്ചു, നമ്മുടെ പ്രൊഫൈൽ അടിച്ചു പറഞ്ഞു. അവർ പക്ഷെ വേറെ തുടങ്ങി, അത് വേറെ കാര്യം. അപ്പൊ ഇതിന് ഒരു എൻഡിങ് ഉണ്ടാവില്ല. അപ്പൊ ഇത് മാസീവ് ഇപ്പൊ തന്നെ തമിഴ്നാട്ടിൽ അമല ഷാജി അങ്ങനത്തെ ഇതൊരു സാധനം ഇതുപോലെ തന്നെ ഉടായ്പ സാധനം ചെയ്തിട്ട് അവർക്കെതിരെ കേസൊക്കെ ഉണ്ട്. പക്ഷെ മിനിമൽ കേസ് മാത്രമേ. അതുകൊണ്ട് ഒന്നും നടക്കില്ല. നമ്മുടെ ഇന്ത്യയിലാണല്ലോ ജീവിക്കുന്നത്. അപ്പൊ മാസീവായിട്ട് ഇതിനൊരു എന്താ പറയാ സൈഡിൽ നിന്ന് ആൾക്കാരുടെ സൈഡിൽ നിന്ന് റെസ്പോൺസ് വന്നാൽ, അല്ലെങ്കിൽ കേസ് ഫയലിംഗ് വന്നാൽ ഇതിന് എന്തായാലും ഒരു ഇത് ആവുള്ളൂ. അല്ലാണ്ട് ഇത് ഇങ്ങനെ അല്ലെങ്കിൽ ഇവരങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് പോകും, അവർ ഇതുമായിട്ട് കാശ് ഉണ്ടാക്കിയിട്ട് പോവുകയും ചെയ്യും. അപ്പൊ അതാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പോ എല്ലാവരും ഇതിനെതിരെ ഒരു എന്താ പറയുക ഒരു ക്യാമ്പയിൻ പോലെ എടുത്തിട്ട് ഇതിനെതിരെ ചെയ്യാന്ന് വെച്ചാൽ, അല്ലാണ്ട് 1-2 പേര് ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പൊ റീസെന്റ് തന്നെ നമ്മുടെ എനിക്ക് ആളുടെ പേര് എനിക്ക് ഓർമ്മയില്ല, ഒരു ഇൻസ്റ്റാഗ്രാമർ ഉണ്ടല്ലോ നമുക്ക് ഈ ഫ്രോഡ് സംഭവത്തിൽ ഇതിനെ പറയുന്നത് അഭിജിത്ത്. എനിക്ക് അതിന്റെ DM കറക്റ്റ് അറിയില്ലേ, അഭിജിത്ത് എന്നാ പേരാണ്. ഞാൻ ഇപ്പൊ റീസെന്റ് ഒരു ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോ അങ്ങനത്തെ കുറച്ച് പേര് മാത്രം അതിനെ കുറിച്ച് സംസാരിക്കുന്നുള്ളൂ. ആള് മാത്രമല്ല, കുറച്ച് പേരുണ്ട് വരാൻ. പക്ഷെ ബാക്കി എല്ലാവരും ഒന്നും പറയുന്നില്ല. മെയിൻ ആയിട്ട് ആൾക്കാർ പോലും ഒന്നും മുന്നിട്ടില്ല. അവർക്ക് ഇതിനെ അവർ കാശ് വാങ്ങിക്കുന്നില്ല, വേറെ കാര്യം. അപ്പോ നിങ്ങൾ സാധാരണക്കാർ ഇതിൽ പെടുന്ന ആൾക്കാരുണ്ടല്ലോ, അപ്പൊ അവരെ ഒന്ന് തീരുമാനിച്ചാൽ മാത്രമേ. ഇതിപ്പോ കമ്പനി ആയാലും റീസെന്റ് നമ്മുടെ ആപ്പിളും സാംസങ്ങും OnePlus ഒക്കെ ആൾക്കാർ കൂടെ നമ്മുടെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് ഇഷ്ടം പോലെ കാശ് ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെയാണ് ഇതും. നമ്മുടെ പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്ന് നടക്കുന്ന വെച്ചാൽ ആൾക്കാർ ഇവിടെ റിയാക്ട് ചെയ്യുന്നില്ല, കൺസ്യൂമർ കേസ് ഫയൽ ചെയ്യുന്നില്ല. അത് കമ്പനി ആയാലും ഇതായാലും എല്ലാം കണക്കിന് ഇതൊക്കെ ചൈനീസ് ഉടായ്പ ആപ്പുകളാണ്. അപ്പോൾ നമ്മുടെ ക്രിക്കറ്റ് കളിക്കുന്ന ഇടയിലൊക്കെ നമുക്ക് ബെറ്റിംഗ് ആപ്പുകളുടെ പരസ്യം അതൊക്കെ ഇന്ത്യയിൽ രജിസ്റ്റേർഡ് ആയിടാം. സംഭവം ഒരു പോലത്തെ സംഭവം തന്നെയല്ല. പക്ഷെ അത് രജിസ്റ്റേർഡ് ആയിട്ട് അവർ ടാക്സ് കൊടുക്കുന്നുണ്ട്. ഇത് ചൈനീസ് ആപ്പുകൾ ഫ്രോഡ് ആപ്പുകളാണ്. എന്ന് വെച്ചാൽ ഒരു പിടുത്തം ഉണ്ടാവില്ല.